കേരളത്തിൽ ഈ ആഴ്ച മഴ മാത്രമല്ല വിവാദങ്ങളും നല്ല രീതിയിൽ തന്നെ പെയ്തിറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സോ ഈ ആഴ്ചത്തെ ആക്ഷൻ സ്പോട്ടിലേക്ക് എല്ലാവർക്കും വണക്കം. മഴ കാരണം സാധാരണക്കാരുടെ ജീവിതം വലിയ രീതിയിലാണ് ദുരിതത്തിലായത്. ചിലരുടെ വീടുകളിൽ വെള്ളം കയറി, ചിലർക്ക് ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. സംസ്ഥാനത്തെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇതിനിടെയാണ് മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ മന്ത്രി കുഞ്ഞാലിക്കുട്ടി നേരിട്ടെത്തി സ്ഥലം സന്ദർശിക്കുകയും അനധികൃതമായി മണ്ണെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതായത് മഴ പെയ്തുണ്ടായ മണ്ണിടിച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ അനധികൃത മണ്ണെടുക്കലിനെ പറഞ്ഞതാ. പക്ഷേ നാട്ടുകാർക്ക് പറയാനുള്ളത് വേറൊരു സ്റ്റോറി ആയിരുന്നു. മണ്ണിടിച്ചിലിന് മുൻപ് തന്നെ ഇക്കാര്യം അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. അത് പിന്നെ ലിസ്റ്റിൽ വരാത്തത് കൊണ്ട് മണ്ണിടിച്ചിലിന്റെ പ്രശ്നം അവിടെ അങ്ങനെ തീർന്നു. അങ്ങനെ മഴയും മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും എല്ലാം ചേർന്ന് കേരളം ദുരിതത്തിലാണ്ടിരിക്കുമ്പോഴാണ് സമാധാനത്തിന്റെ മുഖ്യൻ മുസ്ലിം ലീഗ് നേതാവിന്റെ വീട്ടിൽ വിരുന്നിന് പോയത്. പിന്നെ പറയണോ കഥ. നാട് വെള്ളത്തിലായിരുന്നെങ്കിലും സാറിന്റെ മുന്നിലെ മേശ ഫുൾ കളർഫുൾ ആയിരുന്നു. പലവിധ വിഭവങ്ങൾ അങ്ങനെ നിറഞ്ഞങ്ങനെ നിന്നു. ഐഷ്, എന്താ രസം. മഴക്കെടുതിയിൽപ്പെട്ട സാധാരണക്കാരൻ ക്യാമ്പിലേക്ക് മാറുമ്പോൾ അവിടെ വിഭവങ്ങൾ ഓരോന്നായി നിരത്തി സമാധാനപരമായ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ വന്നതോടെ സംഗതി അങ്ങ് കയറി വൈറലായി. പിന്നെ ഇപ്പൊ എന്താ, മഴയുടെ വെള്ളം ഇറങ്ങുന്നതിന് മുമ്പേ വീഡിയോയുടെ കമന്റ് ബോക്സ് അങ്ങ് നിറഞ്ഞു കവിഞ്ഞു. വീഡിയോ വൈറലായതോടെ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. നാട് വെള്ളത്തിലിരിക്കുമ്പോഴാണോ നേതാവിന് ഇത്രയും വിശക്കുന്നത്? അങ്ങനെ ചോദ്യങ്ങളായി, പറച്ചിലായി, ആകെ ജഗപൊക. പക്ഷേ സാറിന് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചതാണ് ഇത്ര വലിയ തെറ്റെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന്. അതോടെ കേരളത്തിലെ അടുത്ത വിവാദ സൽക്കാരത്തിനുള്ള വഴിയുമായി. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. 2018 പ്രളയകാലത്ത് പിണറായി വിജയൻ നിരാഹാരത്തിലായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഇതിന് നൽകിയ സ്പോട്ട് മറുപടി. ഇതിനിടയിലാണ് നേരത്തെ തന്നെ വിവാദമായിരുന്ന ഹെലികോപ്റ്റർ വിഷയത്തിലും സതീശൻ സാറ് വിശദീകരണം നൽകുന്നത്. അമ്മായി അപ്പനെ കാണാൻ പുള്ളി ഹെലികോപ്റ്ററിൽ പോയി എന്നായിരുന്നു വിവാദങ്ങൾ. പക്ഷേ അമ്മയെ തല്ലിയാലും രണ്ടുണ്ടല്ലോ ഭാഗം. അതുകൊണ്ട് നമുക്ക് മുഖ്യനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഏത്? അത് തന്നെ. ഒരു ബിസിനസ് ഡീലിന് വേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്ന് പറഞ്ഞെങ്കിലും എന്താണ് ബിസിനസ് ഡീൽ എന്ന ചോദ്യം വന്നപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന്. എന്താ ചെയ്യാ? അല്ലയോ സാറേ, കേരളത്തിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ഇവിടെയുള്ള ആളുകളോട് കൂടി ഒന്ന് അറിയിച്ചാൽ അത് വലിയ തെറ്റൊന്നും ആയിരിക്കില്ല എന്ന് നാം ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് സർക്കാർ കൃത്യമായി ഫൈൻ കൊടുക്കുന്നുണ്ടല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, പ്രളയ ദുരിതത്തിലായ ആളുകളെ സഹായിക്കാൻ ആറന്മുളയിൽ പോയ വാഹനത്തിന് പിഴ കിട്ടിയ സംഭവമാണ് പറഞ്ഞത്. മുഖ്യൻ ദുരിതാശ്വാസത്തിന് പോയില്ലെങ്കിൽ എന്താ, ഇതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. അങ്ങനെ മഴക്കാലത്ത് സാധാരണക്കാർ വെള്ളത്തിലാണെങ്കിൽ വിവാദങ്ങൾ വേറെ ലെവലിൽ പൊങ്ങിയങ്ങ് ഉയരുകയാണ്. ഇതിനിടയിലാണ് കാപ്പ കേസിലെ പ്രതിയായി ജയിലിൽ കഴിയുന്ന കൗൺസിലർ ആർ സുഗതന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന അപേക്ഷയിൽ പ്രതികൂല നടപടി വരുന്നത്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിക്കും തദ്ദേശ മന്ത്രിക്കും ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല. എന്തൊക്കെയാണാവോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ അറിയാത്തവരുടെ സർക്കാരും അറിയുന്നവരുടെ സംവിധാനവുമായി കേരളം മുന്നോട്ട് പോവുകയാണ്.
ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. തൂഫാൻ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണല്ലോ. പക്ഷെ കോഴിക്കോട് വടകരയിൽ അധ്യാപകരായ 3 പേർ ലഹരി കടത്തി എന്ന വാർത്ത ആക്ച്വലി ചെന്നിത്തല ഒന്നും അറിയുന്നില്ല. അത് മറ്റൊരു കാര്യം. ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് നമ്മുടെ ഗതാഗത മന്ത്രി CP ജോണിന്റെ വക അടുത്ത വിവാദം. അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഇതാണ് കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്നാണ് പുള്ളി പറയുന്നത്. സ്ത്രീകൾ പ്രിയദർശിനിയിൽ തള്ളിക്കയറുകയും കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കുകയും ചെയ്യുന്നു എന്ന് സ്വയം ട്രോളുകയാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള സമയ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. എന്ത് ചെയ്യാനാ, എല്ലാം വിവാദം തന്നെ. കേരളത്തിൽ ഒരു വിവാദം തീരുന്നതിന് മുൻപ് അടുത്ത വിവാദം റെഡിയാണ്. ഇനി ശബരിമലയിലെ നെയ്യിന്റെ കേസ് ഒന്ന് നോക്കാം. നെയ്യ് 100% ശുദ്ധമാണെന്നും അല്ലെന്നും പറഞ്ഞ് 2 വിഭാഗങ്ങൾ. അത് തീരുന്നതിന് മുൻപ് മറ്റൊരു അന്തർ സംസ്ഥാന പ്രശ്നം തലപുകയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നേ. കേരളവും തമിഴ്നാടും തമ്മിൽ വീണ്ടും പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ കാലമായി നടക്കുന്ന ഒന്നാണ്. ഇരുന്ന് സംസാരിച്ചൊരു തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. പക്ഷെ അതങ്ങനെ ഗണപതി കല്യാണം പോലെ നീണ്ടു പോകുന്നുണ്ട്. അതേസമയം ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്കിടയിൽ ആകെ ഉണ്ടായ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് തരുൺ തേജ്പാലിന് ലഭിച്ച ശിക്ഷയാണ്. വളരെ വൈകിയാണെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജസ്റ്റ് 13 വർഷത്തിന് ശേഷം ശിക്ഷ ലഭിച്ചല്ലോ. അതൊരു ആശ്വാസം തന്നെ. പക്ഷേ ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശിയായ ഷിജിനെ കാണാതായിട്ടും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഷിജിനെ കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധരെ അയക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ കുടുംബത്തിന് തെരുവിൽ ഇറങ്ങേണ്ടി വന്നെന്ന് ഓർക്കണം. പക്ഷേ ഇതിന്റെ ഇടയിലാണ് മറ്റൊരു മുങ്ങൽ വിദഗ്ധൻ കേരള രാഷ്ട്രീയത്തിൽ അവതരിക്കുന്നത്. അർജുൻ ആയങ്കി ഒളിവിൽ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയുടെ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുടെ പുതിയൊരു മഴ. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്ക് എന്നൊക്കെയായിരുന്നു ആശാന്റെ വീരവാദങ്ങൾ. രമേശ് ചെന്നിത്തലയുടെയും പോലീസിന്റെയും വിശദീകരണങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് പുള്ളിക്കാരൻ മറുപടിയും കൊടുക്കുന്നുണ്ട്. ആളൊരു ഗുണ്ടാ നേതാവാണെങ്കിലും ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല. മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെ ബോട്ടിലായിരുന്നു താനെങ്കിൽ ഒരുപക്ഷെ ആ സഹോദരിക്ക് തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുമായിരുന്നു എന്നൊക്കെയാണ് പുള്ളി അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ചിലപ്പോ ശരിയായിരിക്കാം. എന്തായാലും ഒടുവിൽ കേരള പോലീസ് വളരെ സാഹസികമായി അർജുൻ ആയങ്കിയെ പിടികൂടി. അഭിഭാഷകരെ കാണാൻ ഓട്ടോറിക്ഷയിൽ പോകുന്ന വഴിയിൽ ഡ്രൈവർക്ക് സംശയം തോന്നി പോലീസിനെ വിളിച്ചതോടെയാണ് പുള്ളിക്കാരൻ പിടിയിലാകുന്നത്. എന്തായാലും പുള്ളി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണ്. അറസ്റ്റിലായതിന് പിന്നാലെയും ബോട്ട് അപകടത്തിൽ കാണാതായ ഷിജിനെ കണ്ടെത്തിയോ എന്ന് മാധ്യമങ്ങളോട് ചോദിച്ചത് ഇതിന്റെ ഉദാഹരണം തന്നെയല്ലേ. സർക്കാരിന് അതിന് ഉത്തരമില്ലെങ്കിൽ എന്താ, ചോദ്യങ്ങൾ വളരെ കൃത്യമായി വരുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ ആശ്വാസം. ഇതൊക്കെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് 15-ന് വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും പാടിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അടുത്ത ഉത്തരവ്. പോരാത്തതിന് സവർക്കർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച വീരൻ എന്ന ഉത്തരം വരുന്ന ചോദ്യം ക്വിസ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയതും അടുത്ത കൊല്ലാപ്പായി. ഇതൊക്കെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് VD സതീശൻ പുതിയ ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെത്തിയ ട്രംപിന്റെ മരുമകനെ ചാക്കിട്ട് പിടിക്കാൻ പോകുന്നത്. പുതിയ പദ്ധതികളൊക്കെ ഉണ്ടെന്നാണ് സതീശൻ സാറ് പറയുന്നത്. എന്തരാണോ എന്തോ. എന്തായാലും എല്ലാം കണ്ടു തന്നെ അറിയണം. അങ്ങനെ മഴയും മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും പിഴയും പരോളും ലഹരിയും സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശങ്ങളും ശബരിമലയിലെ നെയ്യും മുല്ലപ്പെരിയാറും തരുൺ തേജ്പാലും മുതലപ്പുഴയും അർജുൻ ആയങ്കിയും വന്ദേ മാതരവും സർക്കാരും ഒടുവിൽ ട്രംപിന്റെയും മരുമകനുമായുള്ള ബിസിനസ് ചർച്ചകളും വരെ. അപ്പൊ ശരി, ബാക്കി ക്രയവിക്രയങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെ കേരളത്തിലെ എന്തെങ്കിലും വിവാദം ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ചേക്കണേ.